ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് പോകുന്നത് കേട്ടോന്ന് അറിയാം. നമ്മൾ വേറെ എങ്ങോട്ടല്ല പഴനിക്കാണ് പോകുന്നത്. അതിൻ്റെ സന്തോഷം പ്രകടനമാണ് പുറകിൽ നിന്ന് ശംഖു കാണിക്കുന്നത്. ജിന്നു ഇതൊന്നും അറിയുന്നതേ ഇല്ല. ഇനി ഈ വീഡിയോ കാണുമ്പോഴേക്കും പുള്ളിക്കാരൻ അയ്യോ ഞാനിങ്ങനെ ഉറങ്ങുന്ന വീഡിയോ ആണ് എടുത്തതെന്ന് പുള്ളി ചോദിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കാനും എണീപ്പിക്കാനും നിന്നില്ല. ഉറങ്ങുന്നവരെ ശല്യം ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ആകെ ഉറങ്ങാത്തത് കണ്ണം മാത്രമേ ഉള്ളൂ. വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വണ്ടി ഓടിക്കുവാണല്ലോ, അതുകൊണ്ട് അവന് ഉറങ്ങാൻ പറ്റില്ല. ബാക്കി എല്ലാവരും ഉറങ്ങി. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ഉറങ്ങിയവരും ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഞാനൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഉറങ്ങിട്ടോ, ഒറ്റയല്ല കുറച്ചൊക്കെ ഉറങ്ങി. അപ്പോൾ ഈ ആടിനെ കാണിക്കുന്നതിന് എന്താണെന്ന് പറയാം. ആടിനെ കാണിക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ആനയെ കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ആനയെ കൂടെ ആടുണ്ട്, പശുവുണ്ട്, ചെമ്മരിയാടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇത്രയും ചെമ്മരിയാടാണോ ആടാണോ മീൻസ് ആടാണ്, ചെമ്മരിയാടാണോ എന്ന് എനിക്കറിയില്ല. കുറേ കൂട്ടത്തോടെ കണ്ടപ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞത് നടന്നപ്പോൾ നമുക്കിങ്ങനെ എന്തൊരു സന്തോഷമൊക്കെ വരുമല്ലോ. നമുക്കെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒരു സന്തോഷമൊക്കെ വന്നപ്പോൾ ഞാൻ അങ്ങനെ എടുത്താൽ കേട്ടോ. പിന്നെ കണ്ണൻ എന്നോട് പറഞ്ഞു വീഡിയോ എടുത്തോ. ചിന്നു പറഞ്ഞു വീഡിയോ എടുക്കുക, കാരണം ഇതൊക്കെ നമുക്ക് വ്ളോഗ് ആക്കാമല്ലോ, രസമല്ലേ, ട്രാവലിങ്ങിൻ്റെ ഇടുന്നത് നല്ല രസമല്ലേ, അങ്ങനെയൊക്കെ എടുക്കുമെന്ന് പറയും. അപ്പം ഞാൻ പിന്നെ നേരാണല്ലോ, ഇനി എപ്പോഴും കാണുമ്പോഴാണെങ്കിലും ഇതൊക്കെ കാണാൻ രസമാണല്ലോ, അങ്ങനെ ഞാൻ എടുത്ത് വീഡിയോ ആക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നറിയാവുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, ഞാൻ ഈ പഴനി പോക്കെന്ന് പറഞ്ഞ സ്ഥിരം പരിപാടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൽ 3, 4, 5 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പഴനിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ തമിഴന്മാർക്ക് വരെ ഞങ്ങൾ നല്ലോണം അറിയാം. അതിശയോക്തിയല്ല കേട്ടോ. അവിടെ ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാവർക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണറാണോ അതിൻ്റെ ആ ഒരു റൂം ബോയൊക്കെ ഇല്ലേ, അവർക്ക് മായക്കണ്ണൻ എന്ന പേര്. ഞാനിങ്ങനെ വിളിച്ചു നീട്ടിയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എന്നോട് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര സംസാരക്കാരിയായതുകൊണ്ടേ എനിക്കിങ്ങനെ എല്ലാ കഥയും ഇങ്ങനെ പറഞ്ഞു പോകണം. അപ്പോൾ മയക്കണ്ണൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. മയക്കണ്ണനൊക്കെ ഞങ്ങളിപ്പോൾ നല്ലോണം അറിയാം. കാരണം സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ റൂം എടുത്തിട്ട് 4, 5 പ്രാവശ്യമൊക്കെ ഒരു കൊല്ലത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നമ്മൾ അറിയില്ലേ. അപ്പോൾ ഈ വഴീനെ പറ്റി പറഞ്ഞു തന്നത് എന്ന് വെച്ചാൽ ഈ വഴി ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ വരുന്നത്. വേറൊന്നുമല്ല, എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഈ ഗൂഗിൾ വെച്ച് നമ്മളെ ചതിക്കും. എവിടെ വെച്ചാണ് ഇടുന്നത് അവർക്ക് അവിടം വെച്ച് തോന്നിയ വഴി അങ്ങ് ഇടുമല്ലോ. ഇപ്പോൾ ഇപ്രാവശ്യം ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള വഴിയും കുറച്ചും കൂടി നല്ല സെറ്റപ്പായിട്ടുള്ള സ്ഥലമാട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം വിശപ്പിൻ്റെ വിളി അന്യായമായതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല. ഇഡ്ഡലി സാമ്പാറുമായിരുന്നു, അമ്മ ഉണ്ടായിക്കൊണ്ടൊന്നുമായിരുന്നു, നല്ലതുമായിരുന്നു. പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇനി പറഞ്ഞു വരുവാണെങ്കിൽ ഞങ്ങൾ കുറേ അമ്പലങ്ങളിലൊക്കെ കയറി എല്ലാം കൂടി ഒറ്റ വ്ളോഗാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. ഈ സംസാരിച്ച് തന്നെ ഞാൻ അണച്ചണച്ച് മരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം ഓരോ വീഡിയോ ആക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് കാണാം. ബൈ.